എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലത്തിന് നമുക്ക് കുട്ടികളെ സ്കൂളിലേക്ക് വിടണമല്ലോ. അപ്പോൾ അടുക്കളയിലത്തെ കലാപരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ടാളെയും കൊണ്ടാക്കിയിട്ട് നേരെ ഞാൻ ജിമ്മിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു 8:30 ആകുമ്പോഴേക്കും ഞാൻ ജിമ്മിലേക്ക് കയറിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു 10 മണി 10:15 ആകുമ്പോഴേക്കും ചിലപ്പോൾ അതിന് മുന്നും എത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് ഇന്നത്തെ. കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ വ്ളോഗിലത്തെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ. അത്രയും ലേറ്റ് ആയിട്ടാണല്ലേ നമ്മൾ വീഡിയോസൊക്കെ പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൈവേയുടെ പണി എങ്ങനെയുണ്ട്? പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാലങ്ങളൊക്കെ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രസമാണ്, കാണാൻ രസമാണ്. പക്ഷേ നമുക്ക് ഡ്രൈവ് ചെയ്യണ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ജിമ്മിലേക്ക് പോണ ആ ഒരു നേരം വരെ എനിക്ക് ഭയങ്കര മടിയായിരിക്കും കേട്ടോ. എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഓരോ ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. സ്കൂളിലേക്ക് പോകാൻ കുട്ടികൾക്ക് മടി ഉണ്ടാവില്ലേ, ആ ഒരു രീതിയാണ് കേട്ടോ. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്, കാരണം എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഒരു രസമാണ്, നേരം പോക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ കൈ വെച്ചിട്ടല്ലേ എന്നെ തല്ലാറുള്ളത്. അവളെ കൈ ഒടിയട്ടേന്ന്. വീട്ടില് വീണു. എവിടെ വീണു നന്ദു? അകത്തളത്തിൽ നന്ദു വീണു. ക്യാപ്ഷൻ ഇട്ടാലോ? അകത്തളത്തിൽ വീണ നന്ദു. നല്ല ക്യാപ്ഷൻ അല്ലേ? കൈക്ക് സ്ക്രാച്ച് ഒന്നുമില്ല, ചതവ്. ഏത് പേരക്കായ? ഏത് ഫ്രൂട്ട്? ആത്തച്ചക്ക. അയ്യോ, അതെങ്ങനെ പൊട്ടിക്കുക? ആത്തച്ചക്ക നിക്കണണ്ട ഗൈസ്. പഴുത്തുണ്ടേ, പഴുത്തിട്ട് നിക്കണത്. എന്താ മോളെ? കുട്ടു ഒന്നിങ്ങോട്ട് വന്നേ. കുട്ടപ്പന അവിടെ പണിയെടുക്കണിട്ടാ. നാളെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. വൃത്തിയാക്കണ മാസത്തിലൊരിക്കൽ വന്ന് വൃത്തിയാക്കി മതി. അത് തുടങ്ങിയിട്ടുള്ളൂ പറഞ്ഞോ. ഹലോ ഗൈസ്, നമ്മളിവിടെ ന്യൂ ഇയർ സെലിബ്രേഷൻ. നാളെ ഞങ്ങള് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ കണ്ട, അവിടെ ചൂലിരിക്കണ കണ്ട, അവിടെയാണ് നമ്മൾ ചിക്കൻ ചുടാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ സെറ്റപ്പ് ആണ് അത്. അതിലാണ് നമ്മൾ ചിക്കൻ കനലൊക്കെ ഇട്ടിട്ട് നമ്മൾ ചുടട നാളെ കഴിക്കുക. അപ്പൊ വേറെ വല്ലതും പറയാനുണ്ടോ ആരാധ്യ ബനീഷ്? അല്ലത് പറയണ്ട ആരാധ്യ ബനീഷിനെ? ഒന്നുമില്ല, തലകുലുക്കും യന്ത്രം. എൻ്റെ മോൻ ഇവിടെ പണിയെടുക്കണം കേട്ടോ. എൻ്റെ കുട്ടി മാത്രം ഇവിടെ പണിയെടുക്കണു. ഒത്തി ഐസ് നിന്ന് നടക്കണം കേട്ടോ. ഒരുത്തി മൊബൈലും പിടിച്ച് നടക്കണു. ഒരുത്തി മൊബൈലും പിടിച്ചിട്ട് ആടി പണിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വീട് പണിയുമ്പോൾ ഇങ്ങനെ പണിതിട്ടുള്ളതാണ് കേട്ടോ, ചിക്കൻ ചൂടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതേപോലെ തന്നെ അപ്പുറത്തുണ്ട്, ചേട്ടൻ്റെ വീട്ടിലുണ്ട്. കാണൂല ഇവിടെ. ഈ കാണുന്നത് ആ സംഭവമാണ്, കാണില്ല നിങ്ങൾക്ക്. അമ്മ പണിയെടുക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. ഈ വീഡിയോ കാണുമ്പോൾ മിക്കതും നിങ്ങളെല്ലാം തല്ലിക്കൊല്ലാൻ ചാൻസ് ഉണ്ട് അല്ലേ? കാരണം 2024 നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോണതിൻ്റെ, അതായത് ഡിസംബർ 31 വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് എൻ്റെ ഒരു അവസ്ഥ അല്ലേ? നമ്മളെന്തായാലും ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. തുടങ്ങാണ് നമ്മൾ മറ്റന്നാൾ തൊട്ട് നമ്മുടെ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും കണ്ടൻറ്റിൻ്റെ സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ആരും മടിക്കേണ്ട. നല്ല കണ്ടൻ്റ് ആണെങ്കിൽ, എന്നെക്കൊണ്ട് സാധിക്കുന്ന ഒരു കണ്ടൻ്റ് ആണെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ ചെയ്തിരിക്കും കേട്ടോ. എന്തെങ്കിലും ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിലോ എന്ത് മണ്ണം കെട്ടയാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. നമ്മൾ പൊളിക്കും. എൻ്റെ വാക്കാണ് കേട്ടോ. പക്ഷേ ഇത് ഞാൻ എന്തായാലും 10 ദിവസത്തെ നമ്മൾ സീരീസ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുള്ളതാണല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ മറ്റന്നാൾ തൊട്ട് ആ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. വീടൊക്കെ പെയിൻ്റ് അടിക്കാറായിട്ടുണ്ട്. ജസ്നി ഉണ്ടല്ലോ, അവൾ വീടിൻ്റെ ഈ ഒരു പുറം ഭാഗത്ത് ഒരു നീല കളർ പെയിൻ്റാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. അത് ഇനി മറ്റേ വെള്ളമടിയിലേക്ക് ഇറങ്ങാണ്ടിരിക്കാനുള്ള സംഭവമാണോന്ന് എനിക്കറിയില്ല. അതിനെന്തോ ഒരു പേരുണ്ടല്ലേ, എന്തോ ഒരു ആ ഒരു പെയിൻറ്റിനൊരു പ്രത്യേക പേരുണ്ട്. അതെനിക്കറിയില്ല, അതാണെന്ന് തോന്നുന്നുണ്ട്. നമുക്കും ഏകദേശം അതൊക്കെ അടിച്ചിടേണ്ട അവസ്ഥയുണ്ട് കേട്ടോ. ചെറിയ എന്താ പറയുക, ചെറിയ അല്ല, അത്യാവശ്യത്തിന് തന്നെ നമുക്ക് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് തറവാട് ഉണ്ടായിരുന്ന സമയത്ത്, അതായത് നമ്മുടെ വീടുണ്ടോ തറവാട്,
ആ തറവാട് ഉണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ ഹാളിലൊക്കെ വെള്ളം ഇങ്ങനെ വീഴും. അപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ പാത്രങ്ങളൊക്കെ കൊണ്ടുവയ്ക്കും. നമ്മുടെ റൂമിലേക്ക് മാത്രമാണ് ലീക്ക് ഇല്ലാണ്ടിരുന്നിട്ടുള്ളൂ കേട്ടോ. ചേച്ചിയുടെ റൂമിലേക്കാണെങ്കിലും ഹാളിലാണെങ്കിലും ഒക്കെ ലീക്കായിരുന്നു. പാത്രങ്ങളിങ്ങനെ മഴക്കാലമാകുമ്പോൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അതൊക്കെ ഒരു കാലം, കഴിഞ്ഞ കാലമാണ്. ഇപ്പം നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. സുഖം, സന്തോഷം. അപ്പോൾ അവസാനത്തെ ഇരുമ്പാമ്പുളിയും കൂടെ പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ ദാ ഇവിടെ നമ്മുടെ അച്ചാറുണ്ടാക്കി വെക്കണം കേട്ടോ. ഇത് പൊട്ടിച്ച് അച്ചാറിട്ട് എൻ്റെ പിറ്റേ ദിവസം ഉണ്ട് അമ്മ വിളിക്കണു, ചിരു ഇരുമ്പാമ്പുളി ഇന്നെ കൊണ്ടുപോയോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങോട്ട് ഇരുമ്പാമ്പുളി കൊണ്ടുപോയി കൊടുക്കാത്ത എന്താ വെച്ചാൽ വീട്ടിൽ ഓൾറെഡി ഒരു മരം ഉണ്ട്, അച്ഛൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മരം. അതുമ്പോൾ നിറയെ കായകളും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാഞ്ഞത്. പക്ഷേ ഞാൻ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആവശ്യമായി. പാൽപ്പൊടി തിന്നണം കേട്ടോ. ഇവിടുത്തെ മെയിൻ ഹോബിയാണ് ഇവരുടെ പാൽപ്പൊടി എടുത്ത് തിന്നല്. നോക്കൊന്നും വേണ്ട, കൊല്ലങ്ങള്. ഇതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഈ പാൽപ്പൊടിക്ക് ഇഷ്ടമല്ല. ഇത് ഏട്ടനെ ഏതോ ഒരു പാൽപ്പൊടി കൊടുത്തയച്ചതാ, അൽമസായോ അങ്ങനെ എന്തോ സംഭവം. അതൊക്കെ ഇഷ്ടമല്ല, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. പിന്നെ ഞാൻ ഇവരെ ഞാനൊന്നും പറയില്ല, അത് കാരണം തിന്നോട്ടേ എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ ചീത്ത അറിയും, അല്ലേ ഞാൻ ചീത്ത പറഞ്ഞേനെ. നമ്മള് നെല്ലിക്ക് ഉപ്പിലിടാൻ പോവാണ് കേട്ടോ. ഞാൻ കഴുകിയതൊക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കാണ്. പച്ചമുളക് കഴുകി വെച്ചിട്ടുണ്ട്, അത് തുടച്ച് വൃത്തിയാക്കണം. ഇപ്പൊ കണ്ടത് നിങ്ങൾ വെള്ളം തിളപ്പിച്ചിട്ട് കല്ലുപ്പിലുണ്ടായിരുന്നത്. വെള്ളം തിളപ്പിച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മൾ ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ പച്ചമുളക് കീറിയിട്ട് അത് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഭരണിയിലാക്കിയൊക്കെയാണ് വിചാരിച്ചത്. എൻ്റെ കയ്യിൽ ചില്ലൂപ്പി ഒന്നുമില്ല. ചില്ലൂപ്പി പറഞ്ഞാൽ വലുത് നമുക്ക് വാങ്ങിക്കണം. എന്നിട്ട് ഇതുപോലെ ഓരോന്നൊക്കെ മാങ്ങയൊക്കെ നമുക്ക് ഇനി മാങ്ങ ഉണ്ടാകുമ്പോൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ടേക്കണം. ബൈക്ക് പോണില്ലല്ലോ? ഇല്ല, പ്രശ്നം പോയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉപ്പിലിട്ട് വെച്ചത് കേടായില്ലേ കുറച്ചത് നമുക്കാണ് ചോദിച്ചേട്ടാ. പക്ഷെ നമുക്ക് പകുതിയൊക്കെ കിട്ടിയിട്ടുണ്ടാകും, നമ്മൾ മാത്രമേ കേടായിട്ടുണ്ടാകുന്നുള്ളൂ. നമുക്ക് മറ്റേ മാങ്ങ അരിഞ്ഞിട്ട് ഉപ്പിലിടാം. ചില്ലുപ്പിൽ രണ്ടെണ്ണം വാങ്ങിക്കണം. ഓരത്തിൽ മാങ്ങ, ഓരത്തിൽ നെല്ലി. അയ്യോ മതി, കപ്പൽ കൊണ്ടുപോയി. ഇത് 2 കിലോ ഉണ്ട് കേട്ടാ. 2 കിലോ നെല്ലിക്കുണ്ട്. എനിക്ക് നെല്ലിക്ക് ഉപ്പിലിട്ടത് വലിയ ഇഷ്ടമല്ല. അമ്മൂട്ടിക്ക് ഇഷ്ടമല്ല, പായുവിന് ഭയങ്കര ഇഷ്ടമാണ്. പായു നെല്ലിക്കയുടെ ആളാണ് കേട്ടോ. രണ്ടാളും പഠിക്കാൻ നോക്കിയാ ശരി, ഇത് ഞാൻ ചെയ്തോളാം. ഒറ്റല്ല ഒറ്റ പോരെ. അതെ, മൂത്തിക്ക് നോക്കി അപ്പുറത്തുള്ള നമ്മുടെ ഇതാ എന്തുട്ടാറ് നമ്മ ഇരുമ്പാമ്പുളി അച്ചാറ്. പായു നേരത്തെ നമുക്ക് ചായ വെച്ച് തരാന്ന് പറഞ്ഞിട്ട് പോയില്ലേ? ഞാൻ ഇന്നലെ ചായ വെച്ചൊന്നും കുടിച്ചില്ലല്ലോ, അത് ടേസ്റ്റ് ഇല്ല, ചൂടാറിയിട്ടാ. അങ്ങനെ കുറേ നാളത്തെ ഒരാഗ്രഹമായിരുന്നു ഈ നെല്ലിക്ക ഉപ്പിലിട്ട് വയ്ക്കണം എന്നുള്ളത് കേട്ടോ. അത് ഞാൻ അങ്ങോട്ട് സാക്ഷാത്കരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പും വെള്ളം ചൂടാക്കിയിട്ട് കല്ലുപ്പിൻ്റെ വെള്ളം നന്നായി തിളപ്പിക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ചൂടാറുമ്പോൾ ഭരണിയിലേക്കോ ചില്ലുകുപ്പിയിലേക്കോ അങ്ങനെ മാറ്റുമ്പോൾ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ചൂട് കൊടുക്കാനും തന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കരുത്, അത് വെന്ത് പോയാൽ വേറെ ടേസ്റ്റ് ആവും. ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല, ഞാൻ വേറെ യൂട്യൂബിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അയ്യോ പോയി പോയി. നല്ല മഴയുടെ ബുദ്ധിമുട്ടുണ്ട്. കറക്റ്റ് ഭാഗമാണ് കേട്ടോ, കറക്റ്റ് ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 കിലോ അത് കറക്റ്റാണ്. എന്നാലും ഇത്രയും കോപ്പിറൈറ്റ്. ചേച്ചി നല്ല പോർക്കും കൂർക്കയും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ്. ഈ ചട്ടിയിലാക്കിയിട്ട് എടുത്തോളൂ. പായിന് മാറ്റിച്ചുള്ളത് കേട്ടോ. അടി കിട്ടുന്ന അവിടെ വെക്കി.
വേണ്ട അവിടെ വെക്കേ, അവിടെ വെക്കേ. കിടാവിനും കൂടെ വേണം. അവൾ അത്യാവശ്യത്തിന് അധികം തിന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ നിന്ന് റാഞ്ചാൻ നിൽക്കണം. ആ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ മുട്ടിയെ സത്യം വേണ്ട, ഇവിടെ കൊണ്ടൊക്കെ ഇവിടെ ഞാൻ അകത്ത് കൊണ്ടുവച്ചോളാം. പ്രശ്നം കഴിഞ്ഞു. പായു വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും ഒപ്പം കൂടിയിട്ട് കടപ്പുറത്ത് പോയി കുളിച്ചു വന്നിരിക്കുകയാണ്. ഇത് കടലിൽ നിന്ന് കിട്ടിയതാ? നിങ്ങൾ എങ്ങനെ പോയ? സത്യത്തിൽ കടലിലേക്കല്ലേ പോയേ? പുഴയിലേക്കാണോ പോയേ? ഞങ്ങൾ സ്കൂളില്ലേ, ഞങ്ങളുടെ സ്കൂളിന്റെ അടുത്ത സ്കൂളിന്റെ അടുത്ത പുഴ, അങ്ങോട്ട് ആദ്യം പോയി, എന്നിട്ട് ഇവിടേക്ക് പോയി, കടലിലേക്ക് പോയി. ചാവക്കാടക്കല്ലേ പോയേ? ആ നമ്മുടെ സ്കൂളിന്റെ അവിടേക്കാ പോയത്. ആ ഓക്കെ. അപ്പൊ ആദ്യം കടലിൽ പോയി വരുന്ന വഴിക്ക് പുഴയിലിറങ്ങി. ആദ്യം പുഴയിൽ പോയി വരുന്ന വഴിക്ക് കടലിലിറങ്ങി. പായുവിന് ന്യൂ ഇയർ ആയിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ പായു ന്യൂ ഇയറിനായിട്ട് ഗിഫ്റ്റ് കിട്ടിയത്? ഡയറിയാ? ഏത് ഡയറി? അതൊന്നല്ല, അത് ഡയറി ഒന്നല്ല, കലണ്ടറാണ്. പായുവിന്റെ വായയിലുണ്ട് പായുവിന്റെ ഗിഫ്റ്റ്. കാണിച്ചു കൊടുത്തേ. 1-ാം തീയതി ആയിട്ട് പായിന്റെ പല്ല് പറഞ്ഞിരിക്കുന്നു. ഇന്നലെ 1-ാം തീയതി അല്ലേ? ഇന്നലെ 2-ാം തീയതി. ഇന്ന് 2-ാം തീയതി, ഇന്ന് മന്നഞ്ചാം തീയതി. എന്ത് ന്യൂ ഇയർ 1-ന് പോയതാണ് പായ്. ന്യൂ ഇയർ 1-ന് 2025 ജനുവരി 1-ാം തീയതിയാണ് പായിന്റെ പല്ല് പറഞ്ഞിരിക്കുന്നത്. ഗേൾസ് പല്ലില്ലാത്ത അമ്മൂമ്മ. അത് ഒന്നും ചെയ്യാനില്ല, ചത്തുണ്ടാവും. കക്ക അവിടെ എടുക്കണുണ്ടോ കൊറേ ഉണ്ടാ? അപ്പൊ നമുക്ക് പോയി പറക്കാൻ പറ്റും. കക്ക നമുക്ക് പോവാറുണ്ട് കക്ക പറക്കാൻ. പോവാ, നാളെ പോവാ. അത്യാവശ്യം ഒരാളും ഇല്ല. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. നാളെ എല്ലാരും കൊണ്ട് പോവാം കക്ക വറക്കാൻ. ഓ നാളെ സ്കൂളുണ്ട് അല്ലേ? മറ്റന്നാ പോവാ, ശനിയാഴ്ച പോവാം. വരുന്നുണ്ട് ഗൈസ്. കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈശ്വര, തിന്നാനുള്ളതൊക്കെ കൈ പിടിച്ചിട്ടാണല്ലോ വരുന്നത്. ഇന്ന് പായിമ്പനെ വല്യശ്ശേരി ഇട്ടാ കൊണ്ടുവന്നത്. കൊണ്ടുപോയോ? നോക്കട്ടെ. ഇതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് ഇത് കാണിച്ചെടുക്കട്ടെ ഞാനത് എല്ലാവർക്കും. ഓവറോൾ അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ, എല്ലാത്തിലും A+ കിട്ടിയിട്ടുണ്ട്. കൊടുക്കടി ചേച്ചിക്ക്. അമ്മയും കഴിക്കുന്നില്ല. കുറച്ച് കൊടുക്ക, പാവല്ലേ, കുറച്ച് കൊടുക്ക. അത് സാല മരുന്നുണ്ട്. മരുന്നുണ്ട്. അമ്പടി അമ്മൂട്ടിക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. 2-ാം തീയതി തോന്നുന്നുണ്ട്. രാത്രി എപ്പോഴേക്കും മുപ്പൾക്ക് വയറിളക്കം, ഛർദി അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ വലിയച്ഛനും വലിയ ഇത് കൊടുക്കണ്ടെന്നുണ്ട്. കാരണം വയ്യാണ്ടിരിക്കുമ്പോൾ വയറ് സുഖമില്ലാത്തപ്പോൾ നമ്മൾ എണ്ണപ്പലഹാരം ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾ പിറ്റേ ദിവസം ഞാനും ചേച്ചിയും പിള്ളേരൊക്കെ കൂടിയിട്ട്, ചേട്ടനുണ്ടായിരുന്നില്ല, എല്ലാവരും കൂടി റൈഫിൾ ക്ലബ്ബ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി. നാട്ടുവഴിയില് പാട്ടുപാടി എന്തുവാ? നാട്ടുവഴിയിലെ കാറ്റ് നൂലണ പാട്ട് കേട്ടില്ലേ? ഓയ് ഓയ് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. മടിയാണ്, മടി. കണ്ട നമ്മുടെ പേരും പറഞ്ഞ കക്ക വറക്കാന്നുള്ള പേര് പറഞ്ഞ് കുളിക്കണിരുന്നിട്ട് എന്ത് സാധനം ഉടായിപ്പ ഡീമിസ്റ്റേ. അതെ അമ്മ ഇറങ്ങിക്കടി, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങിക്കോ. നമ്മുടെ ഹാർബർ ഇതാണ് നമ്മുടെ ഹാർബർ കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ്, കാണണ്ട അവിടെ നമ്മുടെ അഴിമുഖയുടെ അങ്ങോട്ട് പോകണല്ലേ? അഴിമുഖം
ഈ ബുദ്ധിപരമായി നീക്കാം. കുട്ടു നന്ദു അല്ല കുട്ടു പായു അൽപ്പെടുത്തുണ്ടി ഇച്ചു പോയി കടല് കണ്ടിട്ടോ. അതാ കാണുന്നതാണ് കടല്, ഇതാ കാണുന്നത്. നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ അവിടേക്ക് പായു കാക്കയും കൊണ്ട് വന്നത് കണ്ടില്ലേ? ഇത് 2-3-4 ദിവസത്തെ വീഡിയോ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറക്കി കൂട്ടി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട്, അതും കാണാനൊരു രസമല്ലേ അല്ലേ? കുറേ വിശേഷങ്ങൾ ഒരുമിച്ച് കാണാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ ബീച്ചാണിത്, ഏത്തായി ബീച്ചാണ് കേട്ടോ അത്. നമ്മളിതിന് മുന്നേ വന്നിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, ഗണേശ ചതുർത്ഥിക്കൊക്കെ വന്നിട്ടുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. നമ്മളിവിടെയാണ് ഗണേശ ചതുർത്ഥിയൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് നമ്മൾ കക്ക വാരാൻ വേണ്ടി വന്നതാണ്. പിള്ളേർ 2 പേരും ഇറങ്ങിയിട്ടാണ്. അധികം ആഴമൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ മുട്ടിൻ്റെ അത്രയ്ക്ക് തന്നെയുള്ളൂ ആഴം. ആരും പേടിക്കേണ്ട. നേരെ കാണുന്നത്, അതായത് ഇത് നേരെ ചെല്ലുന്നത് കടലിലേക്കാണ്. അപ്പോൾ ഒഴുക്കൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഡേഞ്ചർ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു ധൈര്യത്തിലാണ് പിള്ളേരെ 2 പേരും ഇറക്കിയത്. കാരണം എനിക്ക് നീന്താനൊന്നും അറിയില്ല, പക്ഷെ ആ ചേട്ടന് നീന്താൻ അറിയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ആ ചേട്ടനോട് അടുത്തുള്ളത് തന്നെയാണ്, ആൾ കക്ക വരാറുണ്ട്. അപ്പോൾ ആൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ആ ഒരു ധൈര്യത്തിലാണ് ഞാനിവിടെ ഈ ക്യാമറ പിടിച്ച് നടക്കുന്നത്. ആളുടെ ഫാമിലിയാണ്, ആളുടെ കുട്ടികളാണ് അവിടെ തൊട്ടപ്പുറത്തായിട്ട് ഈ കളിച്ചോട്ടൊക്കെ ഇരിക്കുന്നത്. ഞങ്ങളും കക്ക പറക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നോക്കിയേ, നല്ല ഭംഗിയില്ല ഇവിടെ കാണാൻ. നോക്കിയാ നല്ല രസമല്ലേ ഇത്? ഒരു മരം ഇങ്ങനെ കടപുഴക്കി കിടക്കുന്നതാട്ടാ. ഇതിൻ്റെ തട്ടത്തൊരു വീടൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ആൾക്കാരുണ്ടോന്നൊന്നും അറിയില്ല. ചൂളൊക്കെ ഇരിക്കുന്നുണ്ട് പുറത്ത്. ആൾക്കാരുണ്ടാവാൻ വഴിയില്ല. ഉണ്ടാ നല്ല രസമുണ്ടല്ലേ കാണാൻ. കടൽ തന്നെയാണ് കേട്ടോ, അഴിമുഖം കടൽ. ഇരുട്ടായി തുടങ്ങി ഗൈസ്, ഇരുട്ടായി തുടങ്ങി. കയറാൻ പറഞ്ഞിട്ട് കയറുന്നില്ല. മണി 6 അവിടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനുള്ള കാരണം സദാമാനം. പക്ഷെ ഈ നേരം വിളിക്കാൻ തരാൻ നിൽക്കുന്നാണ് പറഞ്ഞത്. നടക്കാനുള്ളതുള്ളൂ കേട്ടാ. അവറ്റകൾ അങ്ങനെയൊക്കെ എടുക്കണോണ്ടാണ് ഇത്തിരി ആളുള്ള പോലെ തോന്നണേ. പായുവിൻ്റെ ആ കുട്ടി നിൽക്കണണ്ടില്ലേ, അത്രേ ഉള്ളൂ. ആഴല്ലേ തീരെ. ആഴുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ആഴല്ല. ഇവിടെ അമ്മൂട്ടിയും ആ കുട്ടി ഉണ്ടല്ലോ, അമ്മൂട്ടിയുടെ കാലിൻ്റെ അടിയിലുള്ളത്, അത് അമ്മൂട്ടീനെ വിട്ടുപോകില്ല കേട്ടാ. മറ്റേ വേതാളോ വിക്രമാദിത്യനും പോലെ അമ്മുവിൻ്റെ വേല് വെള്ളം തിളപ്പിക്കലാണ് അവൻ്റെ ഹോബി, മെയിൻ ഹോബി. അമ്മു പേടിച്ചോടും. ജാതി കളിയാ. മറ്റേ ചേച്ചി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കക്ക വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഞാനും നന്ദമോളും കരക്കിരുന്ന് കഴിച്ച് കാണുന്നു. ലേ നന്ദമോൾ. അയ്യോ പൂക്കി പൂക്കി. നന്ദുവിൻ്റെ കൈവിൻ്റെ ഇത് മാറിയിട്ട് നമുക്ക് ഒന്നും കൂടെ വരണം. യാ നന്ദു ഇതിന്ന് ഇറങ്ങി, നന്ദു നീന്തി കക്ക മൊത്തം മാറിയിട്ട് ബക്കറ്റ് കക്ക നമ്മൾ കൊണ്ടുപോകും അല്ലേ? അതെ. അത് ഇറുക്കാൻ വേണ്ടി കാല് പൊന്തിക്കണോക്കെ ഇറുക്കുളിയത്. അത് ഒരു വടി വെച്ച് കൊടുത്ത് നോക്കിയൊക്കെ, കാലും ഒരു വടി വെച്ച് കൊടുത്ത് നോക്കിയാൽ അപ്പം അത് ഇറുക്കും. ആ കാല് ഇറുക്കും. കാലല്ല വടി ഇറുക്കും. തിരുവല്ല ഞാൻ കണ്ട. പിടിക്കുന്നു. പിടിച്ചു കണ്ട എന്താ നോക്കി ചാടി സാധനല്ലേ. പൊന്നിച്ചു നോക്കി നീ. ഓടി കയ്യ മുറിഞ്ഞവിടെ പോരൂട്ടാ. അയ്യോ അങ്ങനെ നിക്കേ, അങ്ങനെ നിൽക്കാൻ ഒരു ഫോട്ടോ എടുത്ത് തരാം. അയന് ഉപ്പ് വെള്ളടേ. യെസ് പോര്. ചേട്ടനും അനിയത്തിയും കൂടെ 110 കക്ക പറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കക്കയാണ് ഈ കിടക്കുന്നത്. ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നാക്കി വരുമ്പോൾ ആകെ ഒരു തുണ്ടം കക്കറച്ചിലേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അധികം ആസ്വദിച്ച് രുചിയിലൊന്നും നമുക്കൊന്നും വെക്കാനൊന്നും പറ്റില്ല. എന്നാലും തട്ടിക്കൂട്ടിയിട്ടൊക്കെ നമുക്കൊരു കറിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഞാനൊരു കറിയൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും നമ്മുടെ സാധാരണ ഒരു കക്ക കൂട്ടാൻ വെക്കണേൻ്റെ, നിറയെ കക്കയൊക്കെ ആയി അതിൻ്റെ ചാറൊക്കെ ഒഴിച്ച് വെക്കണേൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
ഇത് ഞാൻ മുഖത്തൊരു പാക്ക് ഇട്ടതാണ് കേട്ടോ. ഈ കാറ്റുകാലല്ലേ, എനിക്ക് ഭയങ്കര വലിച്ചിൽ കൂടുതലാണ്. മോയ്സ്ചറൈസർ പുരട്ടിയാലും എനിക്ക് ഭയങ്കര വലിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാക്ക് ഇട്ടതാണ്. പിന്നെ നമ്മളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഏട്ടൻ്റെ അമ്മായിയുടെ മോൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. 4ാം പിറന്നാളായിരുന്നു എന്ന് തോന്നുന്നു. തൻവി അവർ ഗൾഫിൽ തന്നെയാണ് സെറ്റിൽഡ്. അമ്മയും അച്ഛനും മോളൊക്കെ അവിടെ തന്നെയാണ്. ഇത് സിന്ധൂസ് കേട്ടോ. എല്ലാവരും നല്ല സുന്ദരി മണികളായിട്ട് വന്നിട്ടുണ്ട്. ജിൻസി മേമ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ സിന്ധു കൈ കൊണ്ട് കാണിച്ചത് യൂട്യൂബ് ഒന്നും അറിയില്ലായിരുന്നു, എന്നിട്ട് കൈ കൊണ്ട് കാണിച്ചതാണ്. പിന്നെ ഇവിടെ കണ്ട ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം, ഇങ്ങനെ വരുന്ന എല്ലാ കുട്ടികൾക്കും ഇവർ ഗിഫ്റ്റുകൾ കൊടുക്കണ്ടായിരുന്നു കേട്ടോ. ഒരു ബാഗിൽ കുറേ വെറൈറ്റിയാണ് ഗിഫ്റ്റുകൾ. അതായത് പൈന് കിട്ടിയത് വേറെ ആയിരുന്നു, അമ്മൂട്ടിക്ക് കിട്ടിയത് വേറെ ആയിരുന്നു, കുട്ടൂന് കിട്ടിയത് വേറെ ആയിരുന്നു. നന്ദമോൾക്ക് ഉണ്ടായിരുന്നില്ല. നന്ദമോൾ ഇത്ര വലിയ കുട്ടിയായതുകൊണ്ട് നന്ദമോൾക്ക് ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അങ്ങനെ ഗിഫ്റ്റുകൾ കൊടുക്കാമായിരുന്നു കേട്ടോ. പരിപാടി ഉണ്ടായിരുന്നത് ഒരു റിസോർട്ടിലാണ് കേട്ടോ. ദ ഹട്ട് എന്നങ്ങോട്ട് ആയിരുന്നു അതിൻ്റെ പേര്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു സ്ഥലമായിരുന്നു. നമുക്ക് നൈറ്റാണ് അതിൻ്റെ ഒരു ഭംഗി. ശരിക്കും ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നൈറ്റ് പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു സംഭവം ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കായ ഉണ്ട് കേട്ടോ. അതായത് കായ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തായി കായാണ്. ഞാൻ ഈ കാണിച്ചു തരുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മുടെ കമണ്ടലുമാണ്. ഋഷിമാരുടെ കയ്യിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങളൊരു പാത്രം ഈ വെള്ളമൊക്കെ നിറച്ച് വയ്ക്കാൻ തോന്നുന്നു അവർ ചെയ്യണത്. അതില്ലേ കമണ്ടലു എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവത്തിൻ്റെ കായാണ് കേട്ടോ കാണുന്നത്. ചേട്ടനവിടെ ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഷോർട്സും അതുപോലെ തന്നെ റീൽസും അതൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഫോട്ടോസ് ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് ഞാൻ നമ്മുടെ ട്രെൻഡ്സിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കളറ്. പിന്നെ ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്ത തരത്തിലുള്ള ഇത്തിരി മോഡേൺ ആയിട്ടുള്ളൊരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്കത് ചേരുന്നുണ്ടായിരുന്നത് എനിക്ക് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. നമുക്കൊരു കംഫർട്ടായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ. സംഭവം സെറ്റല്ലേ ഇവിടെ പാർക്ക് കണ്ട് അങ്ങോട്ട് കൊണ്ടുപോണ. അതുപോലെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് വയറ് നിറയെ കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം ഇപ്പം തോന്നുന്നുണ്ട്. താറാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, താറാവ് ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ വേറെ ഉണ്ടായിരുന്നു. പത്തിരി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ആകെ താറാവും ബീഫ് കൊടുത്തു. ബീഫ് ഞാൻ അമ്മൂട്ടിക്ക് കൊടുത്തു. പിന്നെ റുമാൽ റൊട്ടി ഞാൻ കഴിച്ചു, പത്തിരി ഞാൻ കഴിച്ചു, റൈസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഡാൻസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ജിൻസി മേമയുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഞാനിതിവിടെ ആഡ് ചെയ്യണില്ല. കാരണം മേമ നന്നായിട്ട് തുള്ളി കളിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മേമയ്ക്ക് ഒരു കുറച്ചിൽ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതിവിടെ ഒഴിവാക്കണ്ടേ. അപ്പോൾ നമ്മുടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ തൃപ്രയാർ അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓപ്പോസിറ്റായിട്ട് കഴിക്കിയ കരയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ആ നേരെ കാണുന്നതാണ് നമ്മുടെ അമ്പലം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തൃപ്രയാർ അമ്പലത്തിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും അറിയാം നമ്മൾ ഇക്കരയിൽ നിന്നിട്ട് അക്കരയ്ക്ക് നോക്കുമ്പോഴാണ് കേട്ടോ. ഇതൊരു ഭംഗിയാണെന്നറിയോ. നമ്മുടെ കയ്യിലുള്ള ക്യാമറ അത്ര വലിയ ഗുണമില്ലാത്തത് കൊണ്ടാണോ എനിക്ക് എടുക്കാൻ അറിയാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയിട്ടൊക്കെ. പക്ഷേ എനിക്ക് ആക്കിയിട്ട് അവസാനം കിട്ടിയത് ഈ ഒരു കോലത്തിലാണ്. പക്ഷേ അത് നേരിട്ട് കാണാനുണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ വീണ്ടും അടുത്തൊരു ദിവസം കൂടെ വന്നിരിക്കുന്നു. ഇത് നമ്മുടെ ഉമ്മറത്തന്നാന്നൊരു തെങ്ങ് തല പോയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് വെട്ടിച്ചതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കണ്ടൻറ്റ് ഇവിടെ മിസ്സായി പോവുകയാണ് ചെയ്തത്. തെങ്ങ് വെട്ടണ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു അവരെ വിളിച്ചപ്പോൾ തന്നെ. പക്ഷേ ഞാൻ സുഖസുന്ദരമായിട്ടൊന്ന് കിടന്നതും ഒരു വരലും മുറുക്കിലൊക്കെ കഴിഞ്ഞ് കോളിംഗ് ബെല്ലടിച്ചു. എന്തിനാണെന്ന് വെച്ചാൽ പൈസ വാങ്ങിക്കാൻ വേണ്ടി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് തെങ്ങ് മുറിക്കൽ കഴിഞ്ഞു എന്നുള്ള കാര്യം. ഇത്രയും വലിയ ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു ഉറക്കം ഞാൻ ഉറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ തെങ്ങ് മുറിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കടയും കൂടെ പിഴുതെടുക്കാൻ അവരോട് പറയണം കേട്ടോ. അവരാദ്യം മുറിച്ചിട്ടിട്ട് പോകാൻ നിൽക്കായിരുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ കടയും കൂടെ പിഴുത് തരണം എന്ന് പറഞ്ഞു. അല്ലെങ്കിലേ അതവിടെ നിൽക്കുന്ന വെച്ചാൽ കുറേ വർഷങ്ങളോളം അതവിടെ കിടക്കും, പിന്നെ അത് കാലുമ്മ കുത്തിക്കയറും, നമുക്ക് ആ ഭാഗം യൂസ് ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത്തിരി കൂടെ പൈസ കൂടുന്നേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് ആ കട അങ്ങോട്ട് നമ്മൾ മുറിച്ചെടുപ്പിക്കുക കേട്ടോ, മുറിച്ചല്ല പിഴുതെടുപ്പിക്കുക. അതുപോലെ നമ്മുടെ വേപ്പുമ്മ ഇത്തിക്കണ്ണി നന്നായി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൊമ്പുകളും ആഞ്ഞു കേട്ടോ. ഒരെണ്ണത്തുമ്പം കൂടി ഉണ്ടായിരുന്നു, അത് കണ്ടില്ല നമ്മൾ. അവർ പോയി കഴിഞ്ഞതിന് ശേഷം അവർ ഒരു കൊമ്പുമ്മ കൂടെ കുറച്ചും കൂടെ നിൽക്കണത് കണ്ടത്. പിന്നെ നമ്മൾ നമ്മുടെ കുക്കുറിനെ നമ്മുടെ ഷോറൂമിലേക്ക് ഒന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഷോറൂമിലൊക്കെ കയറ്റി സുന്ദരക്കുട്ടപ്പനായ നമ്മുടെ കുക്കുറിനെയും കൊണ്ട് നമ്മളിതാ തിരിച്ചു പോവാണ്. ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് നമുക്കിങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് കടന്നു പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരിക്കും, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് അതിലൊരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ല, പല പല ദിവസങ്ങളിൽ. ശരിക്കും പറയുന്നത് വെച്ചാൽ ഒരു വീക്ക്ലി വ്ളോഗായിട്ട് നമുക്ക് എടുക്കാമല്ലേ. അങ്ങനെ ഇത് പായുമ്പയുടെ കൂട്ടുകാർത്തിയുടെ പിറന്നാളുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പായുമ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഏതായാലത്തെ ഒരു ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ. ഈ കടയുടെ പേര് എനിക്ക് അറിയില്ല. ആദ്യം നമ്മുടെ വീടിൻ്റെ അടുത്തായിരുന്നു, പിന്നെ ഇത് പയ്യൻ്റെ സ്കൂളിൻ്റെ അടുത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് മാലയും പിന്നെ അവൾക്ക് എന്താ ബ്രേസ്ലെറ്റും വളയും എന്തൊക്കെയോ സാധനങ്ങൾ ബായി പറക്കി കൂട്ടിയെടുത്ത് ഒരു ബോക്സിലാക്കിയിട്ട് ഗിഫ്റ്റാക്കി കൊടുത്തു. അനന്തികയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അനന്തികയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. അത് അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു മിഠായി, ഒരു കുഞ്ഞു മിഠായി, ഒരു 50 വയസ്സിലെ മിഠായി ആണെങ്കിലും അതൊരു ഗിഫ്റ്റായിട്ട് കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. പായുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ അനന്തിക. അവൾ ഇക്കൊല്ലം സ്കൂൾ മാറും, അടുത്ത കൊല്ലം സ്കൂൾ മാറും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ പായുവിന് ഭയങ്കര സങ്കടമാണ്. അതായത് വിട്ടു പോവുകയാണല്ലോ, പിന്നെ എപ്പോഴാണ് കാണാൻ, ചിലപ്പോൾ 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴാവും ചിലപ്പോൾ ഒരുമിച്ച് കാണണ്ടായിരിക്കും, +2 ഒക്കെ ആവുമ്പോൾ അല്ലേ. അപ്പോൾ അതുവരെ കാണലും കരളൊന്നും ഉണ്ടായിരിക്കില്ല. എനിക്കറിയില്ല ഇനിയിപ്പോൾ ഇക്കൊല്ലം സ്കൂൾ മാറും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പായുവിന് ആ ഒരു കാര്യത്തിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതാ പച്ചക്കറി കടയിലേക്ക് വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നേരെ പച്ചക്കറി കടയിലേക്ക് വന്നു. അമ്മയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നത്തെ ദിവസം തന്നെയാണ്, നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന അന്ന് തന്നെയാണ്. 2 ദിവസമായിട്ട് വയ്യാണ്ടിരിക്കുകയായിരുന്നു. പ്രഷറൊക്കെ കൂടിയിട്ട് മിനിഞ്ഞാന്ന് നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചക്ഷൻ അടിക്കണമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ അടിച്ചാൽ മതിയായിരുന്നു, മരുന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഓക്കെ അങ്ങോട്ട് ആയിട്ടില്ല കേട്ടോ പൂർണ്ണമായിട്ട്. പ്രഷർ കൂടുതലാണ് ആൾക്ക്. അങ്ങ് വാനക്കുള്ള സൂപ്പർ. ഒന്നൂടെ പിന്നെ വൈകുന്നേരം ഇപ്പോൾ ഞാനും പിള്ളേരും കൂടിയിട്ട് ചേറ്റുവയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് കൊള്ളിയും ബോട്ടിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ കഴിച്ചില്ല. ഇപ്പോഴായി പിന്നെ എനിക്ക് എന്താ പറയുക, ഈ വക സാധനങ്ങൾ കാണുമ്പോൾ ഒരു ആക്രാന്തം ഇല്ല കേട്ടോ. ജിമ്മിന് പോകണോണ്ടാണോ എന്താണോ എന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പം ഞാൻ 2 ചായ കുടിച്ചിട്ട് അവിടെ സൈഡായിട്ടിരുന്നു. പിള്ളേരെല്ലാവരും കൂടിയിട്ട് നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീക്കിലി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണല്ലേ, നിങ്ങൾക്കിത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നൊന്നും എനിക്കറിയില്ല. കാരണം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറക്കി കൂട്ടി കുറേ വിശേഷങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് പറയാണ്. അത് ഇഷ്ടമാവുന്നവരുണ്ടായിരിക്കും, ചിലപ്പോൾ ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു അത്താറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത്തറ് കാറിൽ ഞാത്തിടാൻ വേണ്ടിയിട്ട്. പിന്നെ നന്ദുമോൾക്ക് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ബൈ ബൈ.